യാക്കൂബ് നബി തന്റെ മാതുലന്റെ പുത്രിമാരായി ലിയ, റാഹിൽ എന്നിവരെ വിവാഹം കഴിക്കുകയായിരുന്നു. അക്കാലത്ത് സഹോദരിമാരെ ഒരുമിച്ച് വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമായിരുന്നില്ല. രണ്ടു ഭാര്യമാരിലായി യാക്കൂബ് നബിക്ക് 12 ആൺകുട്ടികൾ ജനിച്ചു. അതിൽ യൂസുഫ്, ബെന്യാമിൻ എന്നീ രണ്ടു മക്കളുടെ മാതാവ് റാഹിലായിരുന്നു. യാക്കൂബ് നബിയുടെ മക്കളിൽ ഏറ്റവും അധികം സ്നേഹം യൂസുഫ് നബിയോടായിരുന്നു. എന്നാൽ ഇത് മറ്റു മക്കൾക്ക് യൂസുഫ് നബിയിൽ ദേഷ്യവും വെറുപ്പും വരാൻ കാരണമായി. യൂസുഫ് നബിയോടുള്ള ഉപ്പയുടെ അതിര് കവിഞ്ഞ സ്നേഹം തടഞ്ഞു. ഞങ്ങൾക്ക് അർഹമായ സ്നേഹം പിടിച്ചുപറ്റാൻ വഴി എന്ത് എന്ന് സഹോദരങ്ങൾ ആലോചിക്കുകയും ചെയ്തു. അങ്ങനെയാണ് യൂസുഫ് നബിയെ മോഹവാഗ്ദാനങ്ങൾ നൽകി കാട്ടിൽ കൊണ്ടുപോവുകയും കാട്ടിന്റെ മധ്യത്തിലെത്തിയപ്പോൾ സഹോദരങ്ങളുടെ യഥാർത്ഥ മുഖം മനസ്സിലാവുകയും അവർ യൂസുഫ് നബിയെ ഷദ്ദാദ് പണി കഴിപ്പിച്ച് 400 മുഴം ആഴമുള്ള കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു. തള്ളിയിട്ട യൂസുഫ് നബി ഒരാപത്തും ഏൽപ്പിക്കാതെ ജിബ്രീൽ അലൈഹിസ്സലാം താങ്ങിയെടുത്ത് സുരക്ഷിതമായ സ്ഥാനത്ത് ഇരുത്തുകയും അപ്പോൾ തന്നെ ആ സ്ഥലം മനോഹരമായ ഒരു പർദീസയാവുകയുമായിരുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.